ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതി പാലക്കാട് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ എം പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോണാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പട്ടികജാതി വനിതയാണെന്നറിഞ്ഞുകൊണ്ട് ജോലി വാഗ്ദാനം ചെയ്തുമാണ് അതിജീവിതയെ പീഡിപ്പിച്ചതെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പാലക്കാട്ടെ ലൈംഗിക പീഡന പരാതിയായി ബന്ധപ്പെട്ടുകൊണ്ട് കൗൺസിലർക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കേസ് ചാർജ് ചെയ്തിട്ടുള്ള വകുപ്പുകൾ അണ്ടർ സെക്ഷൻ 332B BNS 64(2)M 64(2)B 69 115(2) 351(2) BNS പ്രകാരമുള്ളതും SC/ST ആക്ട് പ്രകാരമുള്ള 31S 31W 3125 ഈ വകുപ്പുകൾ പ്രകാരമാണ് കൗൺസിലർക്കെതിരെ പ്രതിക്കെതിരെ കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ജാമ്യാപേക്ഷയായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പ്രതിഭാഗവും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഭാഗവും ആർഗ്യുമെന്റ് കഴിഞ്ഞിരുന്നു. അത് കോടതിയുടെ ഇപ്പോൾ ഈ ജഡ്ജ്മെന്റ് ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഇതിലെ 64-ാം വകുപ്പ് റേപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് കൺസെന്റോട് കൂടിയാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും കോടതി അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 69 BNS പ്രകാരം, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന വകുപ്പ് ഈ കേസിൽ നിൽക്കും. പ്രിമാ ഫേസി ദർ ഇസ് എ കേസ് എന്ന ഫൈൻഡിങ്ങിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1.5 വർഷമായിട്ട് പ്രതിയും അതുപോലെ തന്നെ സർവൈവറും തമ്മിൽ അക്വൈൻറ്റൻസ് പരിചയം ഉണ്ടായിരുന്നു, നീണ്ട നാളത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ സർവൈവറുടെ കാസ്റ്റിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം പ്രതിക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ 69 എന്ന BNS 69 എന്ന ഒഫൻസ് നിൽക്കുന്നതോടൊപ്പം തന്നെ 325 എന്ന SC/ST ആക്ടിലെ വകുപ്പ് കൂടി നിൽക്കും. SC/ST വകുപ്പ് SC/ST ആക്ടിലെ 325 നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സെക്ഷൻ 18 പ്രകാരം ആൻറ്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ ബാറുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതി ഒളിവിലാണ് എന്ന കാര്യം കൂടി കോടതി ഈ വിധിയുടെ ഭാഗമായിട്ട് ഒളിവിൽ നിന്നുകൊണ്ടാണ് ജാമ്യാപേക്ഷ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കുകയാണ് കോടതി. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ, സെക്ഷൻ 69 BNS നിൽക്കും, അതോടൊപ്പം തന്നെ 325 SC/ST ആക്ട് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായി ജാമ്യാപേക്ഷ നിരസിക്കുന്നതിന് വേണ്ടിയുള്ള കാരണമായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതിജീവിതയെ വ്യാഴാഴ്ച കോടതി വിസ്തരിച്ചു. ഇവരുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് അതിജീവിതയെ വിസ്തരിച്ചത്. പ്രതിക്ക് എതിരായാണ് മൊഴി നൽകിയത്. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയം സ്ഥാപിച്ച് ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തത്. പീഡനത്തിന് പുറമെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് എതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം പ്രശോഭ് ഒളിവിലാണ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവിൽ ഹാജരായി. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.